അമ്മയുടെ ചേച്ചി കിടക്കാണ്. ഏട്ടാ ഇത് വേണം, ഒന്നും കൂടിയും ആലോചിച്ചിട്ട് മതിയില്ലേ? എൻ്റെ പൊന്നനും ഒന്നും ആലോചിക്കണ്ട. ഞങ്ങൾ എന്തായാലും നന്നോണം ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. നമുക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് നല്ലത്. നീ പോയി ആദ്യം തന്നെ അമ്മനെ വിളിക്ക്. അമ്മ ഒന്ന് കിടക്കണേരുന്നേ. എന്താണ് എല്ലാവരും കൂടി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടാ? എന്തെങ്കിലും വിശേഷം ഉണ്ടാടാ? എന്താണ് പറ. അമ്മ ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ വിഷമം കാണും. ഞാൻ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിലേ അമ്മനെ കൂടി നോക്കണത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, പാടാണ്. പിന്നെ അനുവിൻ്റെ കാര്യം നമുക്കറിയാമല്ല, അവൾക്ക് ഒട്ടും പറ്റില്ല നോക്കാൻ. അപ്പം അതുകൊണ്ട് അമ്മനൊരു സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കാന്നാണ് വിചാരിക്കണത്. വൃദ്ധസദനത്തിൽ അല്ലേ? അമ്മ എങ്ങനെ പറയല്ലേ, അമ്മക്ക് അവിടെ ഒരു കുറവുണ്ടാവൂല. അയ്യോ അമ്മ പേടിക്കണ്ട, അമ്മയുടെ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ടാവും. പിന്നെ അമ്മക്ക് അവിടെ ടൈം പാസ്സായിരിക്കും, നല്ല സുഖമായിരിക്കും അമ്മേ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ആവാല. നോക്കൂ, ഈ അഭിപ്രായം തന്നെയാണ് നമ്മളെ. അമ്മേ, ഞാൻ നിങ്ങൾക്ക് 10ഉം 8ഉം വയസ്സുള്ളപ്പോൾ ഇട്ടുന്ന് പോയതാണ് നിങ്ങളുടെ അച്ഛൻ. തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല. നിന്നെയും ഇവളെ വളർത്തുന്നതൊന്നും എനിക്കൊരു വിഷയം വരുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നിങ്ങളെ രണ്ടുപേരെയും വളർത്തി വലുതാക്കി. പക്ഷെ എനിക്ക് എവിടെ തെറ്റിപ്പോയി. എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക അമ്മമാർക്കും എവിടെയെങ്കിലുമൊക്കെ തെറ്റും. ഞാൻ എന്നെപ്പറ്റി ഓർക്കാറില്ല. എന്നെപ്പറ്റി ഓർത്താൽ നിങ്ങളുടെ കാര്യം ആര് നോക്കും എന്നുള്ള ഒരു ആവലാതിയായിരുന്നു അപ്പം തൊട്ടേ. ഒരു നല്ല സാരി പോലും ഞാൻ വാങ്ങാറില്ല. എപ്പോഴും ഇവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നേ. അതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം എനിക്ക് ഓർക്കാൻ പറ്റിയിട്ടില്ല, അതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ സ്വത്ത് പോലും ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് തന്നെ അങ്ങ് പേരിലോട്ടാക്കിയത്. ഇനി അതിൻ്റെ പേരിലൊരു ബുദ്ധിമുട്ട് എൻ്റെ മക്കൾക്ക് വരരുതല്ല എന്നാണ് ഈ അമ്മ വിചാരിച്ചത്.
ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ നിൽക്കരുതെന്നല്ലേ? പോണോ അല്ലേ? അമ്മ പോവാല്ലേ മോളെ? പോവാ. എൻ്റെ മക്കള് ഞാൻ കാരണം ബുദ്ധിമുട്ടണ്ട. അമ്മ പോവാ. എന്താണെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ. എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാൽ മതി. എനിക്കങ്ങനെ അധികം എടുത്തു വെക്കാനൊന്നുമില്ല. കുറച്ചൊക്കെ ഡ്രസ്സേ ഉള്ളൂ. അതിന് കുറേ സമയമൊന്നും വേണ്ടല്ല. അപ്പം എന്നാ അങ്ങനെ ചെയ്യാം. മോളുടെ അമ്മക്ക് വയസ്സായില്ലേ? അമ്മനെയും വൃദ്ധസാനത്തിൽ തന്നെ ആക്കുമായിരിക്കും അല്ലേ? ശരി മോളെ, അമ്മ ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. ഇനി ഇവിടെ എത്ര ദിവസം ഇരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടല്ല. നിങ്ങൾ തീരുമാനിച്ചോട്ടാ.